ഇതാ സ്കൂളൊക്കെ വിട്ട് വന്നു. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ. ചായ എടുക്കുന്ന വീഡിയോ എടുത്തില്ല. അപ്പം ഞങ്ങൾ എന്താ ഇത് പഠിക്കാൻ കുറച്ചൊക്കെ ഉണ്ട് ക്ലാസ്സിൽ. എന്താ ടീച്ചേഴ്സ് പാഠങ്ങളൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്, മാത്സൊക്കെ. അപ്പം നല്ലോണം പഠിക്കാണ്ട്. ഓക്കെ, നമുക്കിതാ ഞങ്ങൾ ഇവിടെ ഇരിക്കാം കേട്ടോ. റിബൺ നയിച്ചിട്ടില്ല, വന്നിട്ട് റിബൺ നയിക്കാന്ന്. ഇത് അമ്മ നേരത്തെ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഏട്ടൻ വന്നത് കുറേ മിസ്റ്റേക്കൊക്കെ ചപ്പു എടുക്കാൻ അടിച്ചു വരാണ്ട്. ഷോർട്ട് വീഡിയോ ഇട്ടുണ്ട് ഇവരുടെ അതൊരു കോമഡി ഷോർട്ട് വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. മാളുവിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം. വ്യൂവേഴ്സ് ശരണ്യേ ത്രയംബകി ഗൗരി നാരായണി നമസ്തുതേ. ഓം സർവമംഗളമംഗളീ സർവസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. ഓം സർവമംഗള ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതുമേ സദാ. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. അപ്പോൾ അമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ പോവാന്. ഇന്ന് ഇതാ ഞങ്ങളുടെ വീട്ടിലെ സ്പെഷ്യൽ കടച്ചക്ക മസാലക്കറിയാണ്. അമ്മ ഇതാ കടച്ചക്ക കുഞ്ഞിതായിട്ട് അരിയുണ്ട് കേട്ടോ. അതേപോലെ കിച്ചുവേട്ടൻ തേങ്ങ ചിരകുണ്ട്. ഇതാണ് കടച്ചക്ക, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാ അമ്മ കുഞ്ഞു അരിയാണ് കേട്ടോ. പച്ചമുളക് അരിഞ്ഞു. അമ്മ ബാക്കിയുള്ള സിറ്റിങ്സായി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ആദ്യം കടച്ചക്ക ഇട്ടു, കുക്കറിലാക്കിയിട്ട് കടച്ചക്ക ഇട്ടു, വെള്ളം ഒഴിച്ചു, മഞ്ഞപ്പൊടി ഇട്ടു, കരിവേപ്പില ഇട്ടു, ഉപ്പിട്ടു. നമുക്ക് ഇതൊക്കെ ഈ പച്ചമുളക് കൂടി ഇടാം കേട്ടോ. ഫുൾ ഇടമ്മ റെഡി ആയിട്ട് ഇനി നമുക്കിത് ഗ്യാസിൽ വെക്കാം. മുറിന്ന് ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇഷ്ടമല്ല ബീഫ്. ചിക്കനൊന്നും അമ്മ അങ്ങനെ കഴിക്കാറില്ല. അപ്പം അമ്മയ്ക്ക് അതിൻ്റെ പകരം എന്താ കടച്ചക്ക മസാലക്കറിയാണ് വെക്കുന്നത്. ഇത് അമ്മ തേങ്ങ ചെരുകി പെരിഞ്ചീരകം കിട്ടി കേട്ടോ. എനിക്ക് തേങ്ങ നല്ല ഇഷ്ടമായി. നമ്മൾ തേങ്ങ ഇതാ വറുത്തുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ, വെളിച്ചെണ്ണ, കുരുമുളക്, പെരിഞ്ചീരകം, ഇപ്പോൾ മസാലകൾ ഇടുകയാണ്. ഓക്കെ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ബ്രൗൺ കളറായി കിട്ടണം കേട്ടോ. തേങ്ങയോ ഒക്കെ ഇപ്പോൾ ഇതാ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അമ്മ മുളക് പൊടി ഇട്ടു. ഇതെന്ത് പൊടിയാ? മുട്ട പൊടി, മല്ലിപ്പൊടി. ഒരു കളറായി വരുന്നുണ്ട്. അമ്മ അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ അരപ്പ് തയ്യാറായിട്ട് അതിലേക്ക് ഇടാം. നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ കൈ കുറച്ച് വെള്ളം എടുക്കുമ്പോഴേക്കും നല്ല വെള്ളം. ശരിക്കും ചെയ്യേണ്ടത് അരപ്പ് അരപ്പിൻ്റെ കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതാക്കണം. എന്തായാലും കുഴപ്പമില്ല. നന്നായി ഇളക്കി കൊടുക്കണ്ട അമ്മ. കടച്ചക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അമ്മയ്ക്ക് മുട്ട കൂട്ടിയിട്ടുണ്ട്. അമ്മയ്ക്ക് മുട്ട വറുത്ത് കൊടുക്കാം. അമ്മയ്ക്ക് ബീഫ് ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് കടച്ചക്ക മസാലക്കറി മുട്ടയും കൂടി വറുത്ത് കൊടുക്കാൻ വിചാരിച്ചു. തോനൊക്കെ കളയുക ഞങ്ങൾ. അമ്മല്ല ഞാൻ. സൗകര്യം കഴിയുമ്പോൾ കണ്ണു ചെയ്യും. അടുത്തോടി പോവുക. ഞാൻ സാധാരണ ചെയ്യാം. പച്ചമുളക് അരിഞ്ഞു. ഇത് മതി കേട്ടോ പച്ചമുളക്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ മുട്ടയൊക്കെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി അമ്മ മുളകും ഉപ്പും ഇടും. അതൊക്കെ അമ്മയുടെ വറുക്കലൊക്കെ അമ്മയുടെ കേട്ടോ. മുളക് പൊടി, കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഇളക്കാൻ പോലെ ഇവിടെ സ്പൂൺ കണ്ടില്ല. നന്നായി ഇളക്കി കൊടുക്കുക. ഞാൻ ഉപ്പിട്ടേ ശരിയല്ല, കുറച്ച് കൂടി പോവും. അതുകൊണ്ട് അമ്മ പറഞ്ഞു എന്നെ നല്ല ചീത്ത പറയും.
അമ്മേനെ നടക്കും, ഞാൻ വീഡിയോ എടുക്കാം. കാണാല്ലേ വീഡിയോ എടുക്കുമ്പോൾ. കൊത്തിപ്പൊരിക്കുക അല്ല, കൊത്തിപ്പൊരി ഏറ്റവും ഇഷ്ടം കൊത്തിപ്പൊരിക്കുക. ഞാൻ മുട്ടയൊക്കെ ഉണ്ടാക്കും. എൻ്റെ സ്കൂളിൽ പാല് ഉണ്ടാവാറുണ്ട്, പക്ഷെ ഞാൻ കുടിക്കില്ല. അതിൻ്റെ കാരണം ടീച്ചർ ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചർ ഇഷ്ടമല്ല, അത് ശരീരത്തിന് നല്ലതാണ്. ഇനി മുതൽ ഞാൻ പാല് കുടിക്കും. അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്, മുട്ടയും പാലും. ഇതാ അപ്പോൾ നമ്മളുടെ മുട്ട തയ്യാറായി വന്നിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തിളച്ച ചൂടാ. നമുക്ക് തയ്യാറായി വന്നിട്ട് നമ്മുടെ മസാല തെറ്റിപ്പോയി. ഇതാ കറിച്ചക്ക മസാലക്കറിയും അതുപോലെ മുട്ട ഓംപ്ലേറ്റുമാണ് തയ്യാറായി വന്നേക്കാം. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ചൂടാണ്. അപ്പം ഞങ്ങളുടെ ടുഡേ സ്പെഷ്യലാണ്, രാത്രിത്തെ സ്പെഷ്യൽ മുട്ട, കറിച്ചക്ക മസാലക്കറി, ബീഫ്. ഞാൻ ബീഫ് ടേസ്റ്റ് ചെയ്യാൻ പോകും. ഇതൊക്കെ എല്ലാണല്ലോ എന്ത് ചെയ്യപ്പോൾ ടേസ്റ്റ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്റ്റഡി ടൈം. പഠിക്കണം. ഫസ്റ്റ് ഞാൻ പഠിക്കുന്നത് മലയാളം വായിച്ചൊക്കെ അല്ല, മാത്സ് പഠിക്കാം. ഞാൻ മാത്സ് കുറേ എഴുതി വെച്ചത്. ഇതാണ് എൻ്റെ ഫ്രണ്ട് വരച്ചത്, മാളവികാർ നായർ. ഇത് നല്ല ഇഷ്ടപ്പെട്ടു, അവൾ നല്ല കലാകാരി അങ്ങനെ വരച്ചു. ഇതാണ് പാരലൈൻസ് സമാന്തര വരകൾ ഞാൻ പഠിച്ചതാണ്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇന്നത്തെ സ്പെഷ്യല് കടച്ചക്ക മസാലക്കറിയാണ് കേട്ടോ. പിന്നെ മുട്ട വറുത്തത്, ബീഫ് കറി കേട്ടോ. കഴിക്കാൻ പോണം. അപ്പോൾ ഇതാ ഞങ്ങൾ ഒരുങ്ങി ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ചായ കുടിച്ച് ഇതാ ഞങ്ങൾ സ്കൂളിൽ പോയി നിൽക്കുകയാണ്. ഷട്ടിലെ കറിയൊക്കെ എങ്ങനെ തുറച്ച് കളയുക. ഓക്കെ, നമുക്കിതാ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇന്നലെ വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ രാത്രി ഞങ്ങൾ കുറേ പഠിക്കാനുള്ളത്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ കിടക്കുമ്പോൾ ഒരു 9 വരെയൊക്കെ ഉണ്ടാവും. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല. അത് കാരണം ഇന്ന് എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യുക വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അത് അവിടെ ഭക്ഷണം കഴിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ, കമൻറ്റ് ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്യോ, തൊട്ടടുത്ത ബെൽ ബട്ടൺ അടിച്ചു പൊടിക്കുക. ടാറ്റാ, ബൈ ബൈ.